അപ്പോൾ ഉണ്ടാക്കാനായിട്ട് അരി കുതിർക്കാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കും. നല്ല സോഫ്റ്റ് അപ്പാണ്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 കപ്പ് അളവിൽ വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിയുടെ അനുസരിച്ച് വെള്ളം കൂടിയും കുറഞ്ഞിരിക്കും. അത്യാവശ്യം ഒന്ന് കുഴഞ്ഞിരിക്കണം, ആ രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കണം. അതുപോലെ ഇതിലേക്ക് 3/4 കപ്പ് ചോറും 1/4 ടീസ്പൂൺ ഈസ്റ്റും 1.5 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം പോരാൻ തോന്നുവാണെങ്കിൽ വെള്ളം കൂടെ അല്പം കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു പരുവത്തിന് ഇരിക്കണം. നമുക്ക് രാത്രി ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കാം. രാവിലെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്കൊരു കപ്പ് അളവിൽ തേങ്ങ കൂടി ചേർത്തിട്ട് വെള്ളം പോരാൻ തോന്നുവാണെങ്കിൽ അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഏകദേശം 1.5 മണിക്കൂർ കഴിയുമ്പോൾ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പാൻ ചൂടായി കഴിയുമ്പം ഇതിലേക്ക് കോരി ഒഴിച്ചിട്ട് ചെറുതായിട്ട് പരത്തി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കോരി ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ബബിൾസ് വന്നതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. മൂടി വെച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് വെന്ത് കിട്ടും.